നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി കുറേയായി യാത്ര പോവാതെ. പകുതി പേര് ഗൾഫിലും പകുതി ആൾക്കാർ നാട്ടിലും ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നിച്ചു കൂടാൻ പറ്റില്ല. തെയ്യങ്ങളുള്ള സമയങ്ങളിൽ മാത്രമാണ് അവർ വരല്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് കിട്ടിയൊരവസരത്തിൽ നമ്മൾ ടൂർ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടാണ് പോയത്. ചീമേനിയുള്ള ട്രീഹുഡ് റിസോർട്ടിലാണ് നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പും കൂടാതെ വെള്ളച്ചാട്ടവും റൂമുകളും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഫാമിലിക്കെല്ലാം പോയാൽ സുഖമായിട്ട് താമസിക്കാം. 7 ഫാമിലിക്ക് വരെ സുഖമായിട്ട് താമസിക്കുന്ന സൗകര്യമാണ് ഉള്ളത്. പിന്നെ അഡീഷണൽ ബെഡും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പം അത്ര നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ പരിപാടി വെക്കേണ്ട കൺവെൻഷൻ സെൻറ്ററും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ബാക്കി കോട്ടേജുകളുടെ നിർമ്മാണവും കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അത് ഈ കാണുന്ന നമ്മളെ ട്രീ ഹൗസാണ്. അപ്പോൾ ട്രീ ഹൗസിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്റ്റെപ്പും ചുറ്റും കൈവരിയെല്ലാമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചയാണ് കാണുന്നത്. ആ കാണുന്നതിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്തുള്ളത് കൺവെൻഷൻ സെൻറ്ററാണ്. അങ്ങനെ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ കാണുന്നത് തന്നെ ഈ വെള്ളച്ചാട്ടമാണ്. അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടായി. ഇരുട്ടിൽ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തുകൊണ്ട് പുതിയ തൊട്ടടുത്ത് വന്നുകൊണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം നല്ലത്. പുറത്ത് തന്നെ ഇരിക്കാൻ ഇഷ്ടംപോലെ സൗകര്യം, ഇൻ്റർലോക്ക്, പിന്നെ പാർക്കിംഗ് ഏരിയ, നല്ല ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ കോട്ടയിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത്. അതിൻ്റെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കായിട്ട് റൂമുകളും ഏരിയകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പൂളിൽ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം മുമ്പിലോട്ട് പോയി. പിന്നെ കുറേ സമയം നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ആക്കി. അങ്ങനെ ഡാൻസ് കളിക്കാൻ അങ്ങനെ പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പെല്ലാം ഉണ്ടാക്കി നമ്മൾ തന്നെ സ്റ്റെപ്പിൽ ഒരു ഡാൻസ് ഉണ്ടാക്കി. നല്ല അടിപൊളിയായിരുന്നു അനുഭവം. എന്തായാലും എല്ലാവരും കൂടി പോകാൻ പറ്റിയൊരു നല്ലൊരു ഡെസ്റ്റിനേഷനായി ഇത് കാണാം. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ അവിടുന്ന് നല്ല ഭംഗിയുണ്ട്. നമ്മളെ ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഈ സ്ഥലം കാണാൻ നല്ല പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അതെല്ലാം കുറേ ആസ്വദിച്ച് നമ്മൾ ആവശ്യം വരെ പൂളിൽ കുളിച്ചു. പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. പിന്നെ നമ്മൾ പ്രാക്ടീസൊക്കെ ഡാൻസെല്ലാം കുറേ സമയം ഇങ്ങനെ കളിച്ചിട്ടെല്ലാം നോക്കി. അങ്ങനെ കളിച്ചിട്ട് പിന്നെ നമ്മൾ ഡാൻസിലേക്ക് കയറി. അങ്ങനെ ഡാൻസിൽ ചെറിയൊരു റീലെല്ലാം തട്ടിക്കൂട്ടി സെറ്റാക്കി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. പിന്നെ രാവിലത്തെ കാഴ്ചയാണിപ്പോൾ കാണുന്നത്. നല്ല വ്യൂ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി മഴയുള്ള സമയത്തെല്ലാം വന്നാൽ കുറച്ചും കൂടി കോടയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. രാവിലത്തെ കാഴ്ചയാണ്. മൊത്തത്തിലെ ചെടികളും പൂന്തോട്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ലൊരു ഗംഭീരമായൊരു ആംബിയൻസാണ് ശരിക്കും പറഞ്ഞാൽ. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് ഇന്നലെ കാണാൻ പറ്റാത്ത കാഴ്ചയെല്ലാം രാവിലെ എണീച്ചിട്ട് പോയിട്ട് നോക്കി. എങ്ങനെയുണ്ട് സ്ഥലവും സൗകര്യം എന്നെല്ലാം എല്ലാ ഭാഗങ്ങളും നടന്നുകൊണ്ടു. നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഭാഗം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആടയിൽ ഇരിക്കാൻ പറ്റിയ സീറ്റ്, ഊഞ്ഞാൽ, പിന്നെ ആ വട്ടത്തിൽ കറങ്ങുന്ന സാധനം, അതിൻ്റെ പേരെന്തി അറിയില്ല. പിന്നെ അങ്ങനെ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റിയൊരു ചായയെല്ലാം കുടിക്കാൻ പറ്റിയൊരു സെറ്റപ്പ്. പിന്നെ നല്ല 2-3 ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സീസോ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് തയ്യാറാക്കിയിട്ട്. പിന്നെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നൊരു ടൈമായതുകൊണ്ട് നമ്മളെ ട്രീ ഹൗസിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് വ്യൂ കാണാൻ വേണ്ടി പോയി. അങ്ങനെ നല്ല രീതിയിൽ നടന്ന വ്യൂ എല്ലാം കണ്ടു. പിന്നെ നമ്മൾ അടുത്ത വ്യൂ എല്ലാം നോക്കിയിട്ട് താഴെ പക്ഷിക്കൂടെല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷിക്കൂടിനുള്ളിൽ കുറച്ച് ലവ് ബേർഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷീനെല്ലാം നോക്കി പിന്നെ നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം കുടിച്ച് റെഡിയായി. അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു.